റമളാൻ ഷരീഫിനെ സ്വീകരിക്കാനിരിക്കുന്ന മുത്തുമൂമിനീങ്ങളോട്, മൂമിനാത്തുകളോട്, വർഷാവർഷം റമളാൻ വരുന്നു, നോമ്പ് നോൽക്കുന്നു, തറാവീഹ് നിസ്കരിക്കുന്നു, ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ മാനസികമായ എവിടെ മാറ്റം? എന്താണ് ആ മാറ്റത്തിന്റെ കുറവ്? പ്രധാനമായുള്ള കുറവിതാണ്. മനസ്സിൽ നിന്നുള്ള ഈ വ്യതകളൊക്കെ മുഴുവനും തുടച്ചു നീക്കി മാറ്റിയിട്ട്, അതിന് ചിലർ പറയും, ഉസ്താദ് അവരിങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവൂല. നമ്മളാരാ? കുറ്റം നമ്മളെ ഭാഗത്തല്ല, മറ്റേ ഭാഗത്താന്ന് കൂട്ടിക്കോളും. എന്നാ പോയിട്ട് പിന്നെ എനിക്ക് പൊരുത്തപ്പെട്ടു തരാം. അങ്ങനെ പറയാൻ പറ്റും ഉസ്താദ്? അങ്ങനല്ലേ പറയേണ്ടത്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ തൊപ്പിയും കണ്ടിട്ടൊരു കള്ളൻ ഓടി. ഓടുമ്പോ ഇമാം നവവി റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടി. എന്തിന്? പൊരുത്തപ്പെട്ടു കൊടുത്താൽ അയാൾ ആഖിറത്തിൽ രക്ഷപ്പെടും. പക്ഷെ അയാൾക്ക് സന്തോഷത്തോടെ ഉപയോഗിക്കാൻ വാക്കാലൊരു പൊരുത്തം അറിയിക്കണ്ടേ? പക്ഷെ കള്ളൻ വിചാരിച്ച് പിടികൂടാൻ വരികയാണ്. പിടികൂടാൻ അയാൾ ഓട്ടോ സ്പീഡാക്കി. അയാളെ പിന്നാലെ എങ്ങനെ ഓടാൻ കഴിയോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു ഓടി പരിശീലിപ്പിച്ച് അങ്ങനെ കുറെ ഓട്ട മത്സരത്തിന് പോയ ആളല്ലല്ലോ, വേറെ ഇൽമായിട്ട് ശുഗലായ മഹാനല്ലേ. ഇമാം നവവി റളിയല്ലാഹു അൻഹു സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു, മോനെ ഒന്ന് നിക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്, എന്നിട്ട് പോയിക്കോന്ന്. നീ എടുത്ത തൊപ്പിയാ നിനക്ക് ഹലാലായി പൊരുത്തപ്പെട്ടു എന്ന്. അങ്ങോട്ടാ പോയത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ. ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കണ്ട. നമ്മൾ അങ്ങോട്ടങ്ങ് മനസ്സ് വെച്ചാൽ നമ്മുടെ മനസ്സിൽ അല്ലാഹു തആല തരുന്ന തെളിച്ചം ചെറുതല്ല. 150 ആളുകൾ മാറി മാറി അടിച്ച ശരീരമാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം. അനാവശ്യമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു വാക്കും പറഞ്ഞിട്ടില്ല, ഒരു ഹറാമും കണ്ടിട്ടില്ല. അന്നത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ച ചില ചെപ്പടി വിദ്യകൾക്ക് പിന്നണി കൊടുക്കാത്തതിന്റെ പേരില്, അതിന്റെ പിന്നിലൊന്ന് കൈവീശിയിട്ട് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരില് അള്ളാഹുവിന്റെ ദീനിന്റെ ബഹുമാനം, അവരെങ്ങാനും പറഞ്ഞ വസ്തുതകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഖുർആനിന്റെ ബഹുമാനം കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന നിലക്ക് ജീവിച്ചപ്പോ കാരാഗ്രഹത്തിലടച്ച് 150 ആളുകളാണ് ചാട്ടവാറ് കൊണ്ട് മാറി മാറി അടിച്ചു. അതേ ജയിൽ മോചിതനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പുറത്തു വരുമ്പോ കൂട്ടുകാര്, ശിഷ്യന്മാര്, നാട്ടുകാര്, മുഹിബ്ബീങ്ങൾ എല്ലാവരും പറയുന്നു, ഉസ്താദേ ധാരാളം ആളുകൾ നിങ്ങളെ ശിക്ഷിച്ചല്ലോ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മറുപടി, ഞാനൊന്ന് കോർട്ടിൽ പോയിട്ട് അവരെല്ലാവരെയും ഒന്ന് ജയിലിലാക്കണമെന്നല്ല. പഠിച്ചു വെച്ചോ മുഅ്മിനേ, റമളാൻ ഷരീഫ വരുന്നത് മനസ്സിൽ നിന്ന് കറകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് റമളാനിനെ സ്വീകരിക്കാൻ കുപ്പായമിട്ടാൽ മാത്രം പോരാ. മനസ്സിന്റെ ഒരു സ്വഫ ഉണ്ട്, ഒരു ക്ലിയർ ഉണ്ട്. ആ തെളിച്ചത്തോടെ ആത്മീയതയോടെ റമളാൻ സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും വല്ലാതെ രസം വർദ്ധിക്കുന്നു, ആനന്ദം കൂട്ടിത്തരുന്നു. റമളാനിന്റെ ഓരോ രാവും പകലും തുല്യതയില്ലാത്ത മധുരമേറിയതാണ്. രാവിനേക്കാൾ മഹത്വമാണ് പകല്, പകലിനേക്കാൾ മഹത്വമാണ് രാവ്. ആ നിലക്ക് മഹത്വങ്ങൾ മാറി മറിയുന്ന വിശുദ്ധ റമളാനിൽ ഓരോ രാവും പകലും അനുകൂലമായി കിട്ടണമെന്ന് ദുആ ചെയ്യാറില്ലേ? അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അലീമ ഷാഹിദൻ ലീ ലാ ഷാഹിദൻ അലയ്യ ഹുജ്ജത്തൻ ലീ ലാ ഹുജ്ജത്തൻ അലയ്യ എന്ന് ദുആർക്കാറില്ലേ? ദുആ മാത്രം പോരാ, അനുകൂലമായി കിട്ടാൻ, ഒരിഞ്ച് പ്രതികൂലമാകാതെ പൂർണ്ണമായും അനുകൂല സാക്ഷിയായി കിട്ടാൻ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ തല്ലിയ എല്ലാവർക്കും ഞാനങ്ങ് മാപ്പ് കൊടുത്തു. ഒരു വിധി കേട്ടാൽ അടുത്ത വിധിക്ക് പിന്നാലെ പോകാനല്ലേ സഹോദരന്മാരെ ഇന്ന് തിടുക്കം? അതിന് ലക്ഷങ്ങളല്ലേ മുടക്കി വെക്കാറുള്ളത്, കോടികളല്ലേ മുടക്കി വെക്കാറുള്ളത്. ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനം വരെ കറങ്ങിയിട്ട് അവസാനത്തോ റിപ്പോർട്ട് പോലും കിട്ടാതെ കേൾക്കാൻ കഴിയാതെ മരിച്ചു വിരിയാറില്ലേ? അതേ സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒന്ന് ഉത്തരവിട്ടാൽ, നിയമപരമായി അവരെ അറസ്റ്റിലാക്കണമെന്ന് പറഞ്ഞാൽ, ഭരണചക്രം മാറ്റിക്കറക്കാൻ വേണ്ടി രണ്ടാമത് ഊഴം സ്വീകരിച്ചു വന്ന ഭരണ നേതാവ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മുഹിബ്ബാണ്. ഒരാളെയും വിടാതെ കൂട്ടിൽ കയറ്റി ശിക്ഷിക്കും. പക്ഷേ മഹാനവറുകളുടെ ഈമാൻ, അവിടുത്തെ ഇഖ്ലാസ്, അവിടുത്തെ തഖ്വ, അവിടുത്തെ സൽസ്വഭാവം, വിട്ടുവീഴ്ചയുടെ പ്രതീകം, എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ഇല്ലാ
ദാഖിലൽ ബിദ്അ, ബിദ്അത്തുകാർക്കൊഴികെ അവർക്ക് മാപ്പ് കൊടുക്കാത്തത്, അവർക്ക് മാപ്പില്ലെന്ന് കേട്ടിട്ട് അവർ ബിദ്അത്തിൽ നിന്ന് രാജിയായിട്ട് വരട്ടെ, എന്നിട്ട് അവർക്കും മാപ്പ് കൊടുക്കാം. വ്യക്തിപരമായി അവരോടും ഒരു വിരോധമില്ല, ആശയ സംബന്ധമായ വിരോധമാണ്, അതിനാണ് ആ ഒഴിവാക്കിയത്. അവരോട് ആരോടും വ്യക്തിപരമായി ഒരാളോടും വിരോധമില്ല. ഇത്രയും അധികം ആളുകൾ ചേർന്നിട്ട് നിരപരാധിയായ മഹാനുഭാവനെ തല്ലിയിട്ട്, അതും സാധാ വടി കൊണ്ടല്ല, ചാട്ടവാറ് കൊണ്ട് ഒരുപാട് വേദനകൾ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി സഹിച്ച് നല്ല സന്തോഷത്തോടെ പുറത്തിറങ്ങുമ്പോ അവരോടൊരു കറയില്ല, വിദ്വേഷമില്ല, വൈമനസ്യമില്ല. അറിയാതെ ചെയ്തു പോയ കുറ്റത്തിന് നമ്മളെ മനസ്സിന്റെ പക എത്രയാണ്, അറിവിന്റെ കുറവ് കൊണ്ട് വന്നു പോയ വാക്കിന് നമ്മുടെ പിണക്കം എത്ര മൂർച്ചയാണ്. എത്രയാ സഹോദരങ്ങളെ, അതിന് വല്ല കയ്യും കണക്കുണ്ടോ? ദർസിന്ന് പോയി ഒരു മുത്താലിമ് ഒരു കാരണമില്ലാതെ പോയതാ. അയാൾ തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞ് വേറെ ദർശനമൊക്കെ പഠിച്ചിട്ട്, ഉസ്താദ് എന്നോട് വിഷമമുണ്ടോ? ഒരു വിഷമമില്ലാന്നോ? എന്താ വിഷമം? നിങ്ങൾക്ക് പോകാൻ തോന്നിയപ്പോൾ നിങ്ങൾ പോയി, ഞാനിപ്പോൾ കിട്ടേണ്ടാളെന്നല്ലല്ലോ. നിങ്ങൾക്ക് പോകാൻ തോന്നി നിങ്ങൾ പോയി, നിങ്ങൾ വേറെ സ്ഥലത്ത് പഠിക്കുന്നു, അള്ളാഹു ആഫിയയിൽ വരട്ടെ. എൻ്റെ അടുത്ത് തന്നെ ആൾ പഠിച്ചോളം നിർബന്ധമുണ്ടോ? ആരെയും പഠിക്കാലോ. നിങ്ങൾ എല്ലാവർക്കും പഠിച്ചോളി, വളർന്നോളി, അള്ളാഹു നിങ്ങൾക്ക് ആഫിയയിൽ വരട്ടെ. നിങ്ങൾ പോയില്ലേ, നിങ്ങൾ ഒരു കാലത്തും നന്നാവൂല. അങ്ങനെ പറഞ്ഞ ആവശ്യം എന്താ? അയാൾ നന്നാകല്ലേ വേണ്ട, അയാൾ റാഹത്തോടെ വളർന്നു വരല്ലേ വേണ്ടത്, പഠിച്ച് വളർന്ന് നന്നാകാനല്ലേ ഇത് വേർക്കേണ്ടത്. അങ്ങനെ അബദ്ധത്താൽ എന്തെല്ലാം സംഭവിക്കും, ഇൽമോന്റെ കുറവുകൊണ്ട് എന്തെല്ലാം സംഭവിക്കും. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നു അത്താഴത്തിന്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി. അപ്പോ രാത്രി കിടന്നുറങ്ങുന്ന രണ്ട് കുട്ടികൾ തമ്മിൽ ചെറിയ കച്ചറുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശിഷ്യന്മാര്. അങ്ങനെ ഉന്തും തള്ളൊക്കെ ഉണ്ടായിട്ട് ഒരാൾ മറ്റേ പറഞ്ഞു, രാവിലെ സുബഹിക്ക് തഹജ്ജുദ് നിൽക്കില്ല, അപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് രണ്ടാൾ രണ്ട് ഭാഗത്ത് കിടന്ന്, അതിൽ ഒരാൾ എണീറ്റ് നോക്കുമ്പോൾ ഒരു രൂപം ഇങ്ങനെ കണ്ടു. അയാളെ കണ്ണിൽ തോന്നി ഇത് നമ്മളെ പ്രതിയാണ്, രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കുണ്ടാക്കിയ ആളാണ്. പോതിരെ തല്ലിയതാരെയാണ്? സ്വന്തം ഉസ്താദ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. നല്ലോണം തല്ലി, പക്ഷെ അടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് അടി അടിക്കാതെ വെക്കുമ്പോ തല്ലിയ ആൾക്കൊരു സംശയം, ഇതെന്താ അങ്ങനെ ആയിപ്പോയത്? ഇന്നലെ സംസാരിക്കുമ്പോഴൊന്നും ഇങ്ങനെ നല്ല ഊക്കുണ്ടല്ലോ ആൾക്ക്, പക്ഷെ രാവിലെ തല്ലുമ്പോ എങ്ങനെ ഒരു ശക്തി കുറവ്. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ മറ്റേ ആള് സ്ഥലത്തുനിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട്. പഠിച്ചോനെ, അപ്പൊ ഞാൻ തല്ലിയതാരെ? ഞാൻ ഇയാളല്ലേ തല്ലിയത്? ഇയാളിപ്പോ അവിടുന്ന് കിടന്നുറങ്ങുന്ന എണീറ്റ് വരാണല്ലോ. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ അടി കിട്ടിയത്, അടി കൊണ്ടത് ഉസ്താദിനാണ്. ആ ശിഷ്യൻ ബറബറക്കാൻ തുടങ്ങി. ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മാപ്പാക്കി തരണം, ഞാനും എന്റെ സുഹൃത്തും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിട്ട് രാത്രി ഞങ്ങൾ രണ്ടു വശത്ത് കിടന്നു, രാവിലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞങ്ങ് കിടന്നതാണ്. ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ തന്നെ കണ്ടത് അവനാണെന്ന് കരുതിയിട്ട് നന്നായി അടിച്ചുപോയി. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ നീ ആള് മാറിയിട്ടാ തല്ലുന്നത് എന്ന് തല്ല് കൊള്ളുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓരോ അടി നീ എന്നെ അടിക്കുമ്പോഴും ഞാൻ അള്ളാഹിനോട് പറഞ്ഞത് പുറത്തു കൊടുക്കുക അല്ലാ, മാപ്പാക്കി കൊടുക്കുക അല്ലാ, എന്റെ ശിഷ്യൻ ഞാനാണെന്ന് അറിയാതെയാണ് തല്ലുന്നത്, നീ അത് വിട്ടുകൊടുക്കുക അല്ലാ. അറിവില്ലാതെ വന്നുപോയ വാക്കിന്റെ പേരിൽ, പ്രവൃത്തിയുടെ പേരിൽ, സമീപനക്കുറവിന്റെ പേരിൽ എത്രയാ സഹോദരങ്ങളെ സംഘർഷങ്ങള്, കുടുംബ കലഹങ്ങള്, വൈരാഗ്യങ്ങള്, വെറുപ്പുകള്, വിദ്വേഷങ്ങള്. ഇതൊക്കെ മാറ്റേണ്ട സമയമാണ്. വിശുദ്ധ റമളാനങ്ങ് വരുമ്പോ അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് ഞാൻ പറയട്ടെ, നിയ്യത്ത് നന്നാക്കണം. വിശുദ്ധ റമളാനിലുള്ള പ്ലാനിങ്ങുകളൊക്കെ നന്നാക്കണം. എന്തിനാണ് റമളാനു ശരീഫ് വരുന്നത്? ആ റമളാനിലെ സുഹൃതങ്ങളെ കൊണ്ട് സല്ലപിക്കാനാണ്. സുഹൃതങ്ങൾ ചെയ്തിട്ട് റമളാനിൽ ആത്മീയമായ പുരോഗതി ലഭിക്കാനാണ്. എല്ലാവരും ഓതുന്ന ആയത്തില്ലേ ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളാകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്, നിസ്കാരവും നിർബന്ധമാക്കിയത് അതിനാണ്. പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, നല്ല സദുദ്ദേശപൂർവമാകണം നോമ്പ് നോൽക്കുന്നതും നിസ്കരിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
സതുദ്ദേശപൂർവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? പ്രയാസം എന്നൊരു ചിന്ത റമളാൻ ആഗതമാകലോടെ മുഅ്മിനേ നിന്റെ ഖൽബിൽ വന്നു പോകരുത്. ഇനി 30 ദിവസം ഉച്ചക്ക് ഭക്ഷണം കിട്ടൂലല്ലോ, രാവിലെ നാസ്ത കിട്ടൂലല്ലോ, വൈകുന്നേരം ചായയും കടിയും കിട്ടൂലല്ലോ, ഒക്കെ ബ്ലോക്കായി പോയല്ലോ. ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നീ നിന്റെ ശരീരത്തിന്റെ ഭക്ഷണം മാത്രമാണ് ചിന്തിച്ചത്. ഖൽബിനൊരു ഭക്ഷണമുണ്ട്, അതാണ് നോമ്പ്. വസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് വലിയൊരു പരിചയമാണ്. ആർക്കുള്ള പരിചയം എന്നറിയോ? ഖൽബിനുള്ള പരിചയമാണ്. ഖൽബിൽ മൂർജിച്ചു വരുന്ന വിചാരങ്ങൾക്കാണ് നോമ്പ് ബ്ലോക്ക് ഇടുന്നത്. ഖൽബിൽ വർദ്ധിച്ചു വരുന്ന വികലമായ ചിന്തകൾക്കാണ് നോമ്പ് തടസ്സമിടുന്നത്. അതുകൊണ്ടാണല്ലോ നോമ്പ് കാലത്ത് ഹലാലായ ശഹവത്തുകൾ പോലും നിർത്തിവെക്കലാണ് സുന്നത്തെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. ഹലാലായ ശഹവത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നല്ല ആനന്ദമുള്ള, കണ്ടാൽ നല്ല ആസ്വാദനമുള്ള ഒരു പൂന്തോപ്പ്, അതിൽ പോയി നോക്കിയിട്ട് രസം കൊണ്ടിട്ട് സന്തോഷം കൊള്ളേണ്ട സന്ദർഭമല്ല റമളാൻ. എന്തേ ആ സന്തോഷം തെറ്റാണോ? അത് ഹലാലായ ശഹവത്താണ്. അതുപോലും നിർത്തിവെക്കണമെന്ന് പറയാനുള്ള കാരണം, നോമ്പ് കൊണ്ട് നിന്റെ ചിന്ത വേണ്ടത്, നിന്റെ പ്രവർത്തനം വേണ്ടത് ആത്മീയമായ പുരോഗതി ലഭിക്കാനല്ലേ. ഇത് സാധാരണ ജീവിതത്തിൽ ആനന്ദമല്ലേ? അത് വേണ്ട. അതുപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ കളിച്ച്, ചെറിയ കുട്ടികൾ കളിക്കുന്നു, നോക്കി നിൽക്കാൻ നല്ല രസമാണ്. നോക്കി നിന്നിട്ട് നേരം കളയണ്ട. നോക്കാതെ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ട് മറ്റു കാര്യങ്ങളുമായി ശുഗലാകലാണ് സുന്നത്ത്. സഹോദരങ്ങളെ, അതേ നല്ല ദഫ്മുട്ട് കേൾക്കുന്നു, ദഫ്മുട്ട് കേൾക്കുന്ന പാട്ട് കേൾക്കൽ സുന്നത്താണ്, കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത മുട്ടിനെ പറ്റിയല്ല, ദഫ്മുട്ടിനെ പറ്റിയാ പറഞ്ഞത്. നീ അല്ലാത്തതിലേക്ക് ഇത് കൂട്ടണ്ട. ദഫ്മുട്ട് നല്ല മദ്ഹിന്റെ പാട്ടാണ്. റമളാൻ മാസത്തില് അത് കേൾക്കേണ്ടതില്ല. കാരണം വിശുദ്ധ റമളാനിലെ പ്രാർത്ഥനയും വിശുദ്ധ റമളാനിലെ ഓത്തും മറ്റൊരു വഴിക്കും തിരിഞ്ഞു പോകാൻ പാടില്ല. റമളാനു ശരീഫിന്റെ ആത്മീയമായ ആരാധനകളിൽ തന്നെ ശരീരത്തെ തളച്ചിടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഉദ്ദേശശുദ്ധി നന്നാക്കണം. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നല്ല ലക്ഷ്യമുണ്ടാകണം. നോമ്പ് നോൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നന്നാക്കി നോമ്പ് നോൽക്കണം. ഈ നോമ്പ് 13 മണിക്കൂർ നോമ്പ്, സുബ്ഹാനല്ലാഹ്, ഇനി എപ്പോഴാ വാങ്ങിക്കൊടുക്കുക? അങ്ങനെ ഒരു ഭാരമായ ചിന്ത ഖൽബിൽ വരരുത്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് ഹദീസ് വിശദീകരിച്ചപ്പോ പറഞ്ഞു, നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസാണ്, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ നോമ്പ് നോറ്റാൽ നല്ല വിശ്വാസമൊക്കെ ഉണ്ട്. റമളാൻ നോമ്പ് ഫർളാണ്, എല്ലാവർക്കും വിശ്വാസം ഉണ്ടല്ലോ, വിശ്വാസമുണ്ട്. പക്ഷേ ആ റമളാൻ നോമ്പ് നോൽക്കുന്നതോടൊപ്പം നോറ്റുകൊണ്ട് മാത്രമായില്ല, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടെയും നല്ല പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും. എന്താ പ്രതിഫലം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, ഈ റമളാൻ കൊണ്ട് പ്രയാസപ്പെട്ടു എന്നൊരു ചിന്ത മനസ്സിൽ വരാൻ പാടില്ല. ഇടങ്ങേറായിപ്പോയി, കുടുങ്ങിപ്പോയല്ലോ റബ്ബേ, ഇനി ഇതൊന്ന് രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ എത്ര ദിവസം കഴിയണം? 30 ദിവസം കഴിയണം. ഇക്കൊല്ലത്ത് റമളാൻ 30 ഉണ്ടാകുന്നാണ് പ്രായമുള്ളവരൊക്കെ പറയുന്നത്. ഒരു നല്ല താല്പര്യത്തോടെ പറയുന്നത്, ഓൽക്കങ്ങനെ പറയാം. പക്ഷെ ഇതിങ്ങനെ സഹിക്കണ്ടേ സഹോദര? ആ സഹനം മനസ്സിനല്ല കൂടുതൽ വേണ്ടത്, ആത്മീയമായ നിലക്ക് ഖൽബിന് വേണം. അതുകൊണ്ട് ആ കിട്ടുന്ന നോമ്പിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു ഇബാദത്തിന്റെ മുഖമായിട്ടാണ് സ്വീകരിക്കേണ്ടത്. ഇബാദത്തിന്റെ ആനന്ദത്തോടെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ സുഗമമായി രസമായി മാറും. യഥാർത്ഥ നിലക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്ന, പ്രതിഫലം ചിന്തിക്കുന്ന ഒരാൾക്ക്, രോഗിയായി കിടന്നിട്ട് ഒരുപാട് പ്രതിഫലങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് രോഗത്തെ പറ്റി ആക്ഷേപിക്കാൻ കഴിയില്ല, പരീക്ഷണങ്ങളെ പറ്റി ആക്ഷേപിക്കാൻ കഴിയില്ല. കാരണം അയാൾ കാണുന്നൊരു വശമുണ്ടെന്താ, ഇതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരുപാട് കഫാറത്ത് തരുന്നുണ്ട്, എനിക്കൊരുപാട് മഗ്ഫിറത്ത് തരുന്നുണ്ട്. അതിനാണല്ല കണക്കാക്കിയതെങ്കിൽ ഇത് ഖൈറാണ്, എന്റെ ജീവിതത്തിൽ ഇത് ഷർറല്ല. ഇനിയോ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണെങ്കിൽ സ്വബറിന് അള്ളാഹു ഒരുപാട് കൂലി തരും. ഇവിടെയും തരും, അവിടെയും തരും. ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും തരും, ആഖിറത്തിലും തരും. മറ്റൊരു വിജയം അള്ളാഹു എനിക്ക് സമ്മാനിക്കാനുണ്ടാകും. അതുകൊണ്ട് ഞാനിതിൽ ഖൈർ തേടട്ടെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ ബീവിയോട് ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പായിട്ട് പറഞ്ഞു, ഉമ്മു സലമ, ഞാൻ അങ്ങ് മരിച്ചാൽ നീ പ്രയാസപ്പെടരുത്, നീ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഖുലുഫ്നി ഖൈറം മിൻഹു, ഇതിനേക്കാൾ നല്ലൊരു ഭർത്താവിന് നീ എനിക്ക് പകരം തരണേ അല്ലാഹ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചിന്തിച്ചു, നിങ്ങളെക്കാൾ ഇനി നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടും, ഞാൻ ദ്വാരക്കേ. അങ്ങനെ ഞാൻ ദ്വാരന്നിട്ട്, നീ അങ്ങനെ ദ്വാരക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്. ഒരു വിഷയം വരുമ്പോ അതിനേക്കാൾ ഖൈറായത് ചോദിക്കണം, ഖൈറായത് അല്ലാഹു തആല തരും. അങ്ങനെ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, വഫാത്തായപ്പോ ദ്വാരക്കാൻ പറഞ്ഞ ദ്വാ ഞാൻ ദ്വാരുന്നു, ഞാനൊരു സങ്കടപ്പെട്ടില്ല. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്നേഹപരമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അതിന്റെ പേരിൽ ഒരു പ്രത്യേക സങ്കടമോ കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ നല്ലോണം ക്ഷമിച്ച് ഞാൻ ദ്വാരുന്നു, അല്ലാഹുവേ എന്റെ ഭർത്താവിനേക്കാൾ ഖൈറായ ഭർത്താവിന് എനിക്ക് പകരം തരണം. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. എന്റെ ഇദ്ദയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിവാഹാലോചന നടത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഭർത്താവ് പറഞ്ഞ ഖൈറാണ്. എന്റെ ഭർത്താവ് ദ്വാരക്കാൻ പറഞ്ഞത് എന്നെക്കാളും ഖൈറായ ആൾ എനിക്ക് തരണമെന്നല്ലേ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആ വന്നൊരു മുസീബത്തിൽ ക്ഷമിച്ചു, നല്ലോണം സഹിച്ചു, എന്നിട്ട് ഖൈർ അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഖൈർ നോക്കൂ സഹോദരങ്ങളെ, നല്ല ഖൈറാണ് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിവാഹാലോചന നടത്തി. മുസ്ലിം റളിയല്ലാഹു അൻഹു കുഴപ്പമൊന്നുമില്ല, എനിക്ക് സന്തോഷാണ്. ഭർത്താവിനോട് ഇങ്ങനെ ദ്വാരക്കാൻ പറഞ്ഞു, ആ ദ്വായം അല്ലാഹു സ്വീകരിച്ചു എന്നുള്ള സന്തോഷം കൂടി ഉണ്ട്. പക്ഷെ എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ, പറഞ്ഞോളൂ. ഞാന് കുറച്ച് ദേഷ്യം കൂടുതലുള്ള പെണ്ണാണ്. അത് സാരല്ല, ദേഷ്യം നീ കിട്ടാൻ വേണ്ടി അല്ലാഹു ദ്വാരന്നാ മതിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രശ്നമില്ല. പിന്നെ എനിക്ക് ചെറിയ മക്കളുണ്ട്, ആ മക്കൾ നമ്മുടെ മക്കളല്ലേ, ഒറ്റി വളർത്തണം, നോക്കണം, സന്തോഷത്തോടെ അവർ വളർത്തിയിട്ട് അവരെ വലുതാക്കിയിട്ട് നല്ലോണം പരിപാലനം കൊടുക്കണം. വേറെ വിഷമങ്ങളൊന്നുമില്ലല്ലോ, വേറെ വിഷമങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗജത്തായി മാറി എന്നുള്ളത് മാത്രല്ല, ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ മാതാക്കളിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടി ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക്. ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹദിക്ക് അല്ലാഹു നൽകുന്ന കണ്ണിറയുന്ന സന്തോഷമാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏത് ബലായിനപ്പുറത്തും ഒരു സ്വബർ ചെയ്തിട്ട് അല്ലാഹുവിനെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഅ്മിൻ, അവനതിൽ അല്ലാഹു തആല തുല്യതയില്ലാത്ത ഫലം നൽകുന്നു. കഷ്ടപ്പാടിലും പരാധീനതയിലും ബാപ്പാനെ നോക്കിയ ഒരു സഹോദരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? മുൻഗാമികളില് ഒരുപാട് മക്കളുണ്ട് ബാപ്പക്ക്, പക്ഷേ ഏറ്റവും ഫക്കീറായ ആളാണ് ബാപ്പാനെ നോക്കിയത്. സമ്പന്നരായ മറ്റു മക്കളൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ബാപ്പാനെ ചികിത്സിച്ച് അവസാന സമയം വരെ കൂടെ നിന്ന് ബാപ്പ അങ്ങ് മൗത്തായപ്പോൾ മരണപ്പെട്ടു പോയ ബാപ്പ ഈ മകന് സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകുന്നു, മോനെ, അവർക്കാർക്കും തിരിയാത്ത ഒരു സ്വത്ത് എനിക്ക് ഒരു സ്ഥലത്തുണ്ട്, നിനക്ക് വേണമെങ്കിൽ അതെടുക്കാം. അവരോടും കൂടെ ആലോചിച്ചിട്ട് എനിക്ക് മതി എന്നാണ് മകന്റെ മറുപടി. കാരണം പിന്നൊരു പ്രശ്നത്തിന് എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങളെ നോക്കുന്ന വിഷയത്തിൽ എന്നെ മറ്റോലൊക്കെ സാമ്പത്തിക ഭാരം കൊണ്ടാണ് പറ്റൂല, ആകൂല എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനല്ലേ നോക്കിയത്. ഇപ്പൊ നിങ്ങളില്ലാത്ത കാലത്ത് നിങ്ങളൊരു സ്വത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ചേട്ടന്മാര് വിടൂല, സഹോദരിമാര് വിടോ, ആരും ഒഴിവാക്കി തരൂല. അവിടെ അതാ ഒരു 100 ദീനാറുണ്ട്. എല്ലാവരോടും പറഞ്ഞപ്പോ അവർക്കും വേണം 100 ദീനാറ്. പിന്നെ പറഞ്ഞൊരു 10 ദീനാറുണ്ട്, അത് അവർക്കും വേണം. പിന്നെ പറഞ്ഞു 2 ദീനാറുണ്ട്. 2 ഉള്ളൂ, നിങ്ങൾ എടുത്തോളി. അത് വീതിച്ചാ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ആ 2 മതി. ആ 2-ൽ അല്ലാഹു തആല കൊടുക്കുന്ന ബർക്കത്ത് അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ 2 ദിർഹമിൽ 1 ദിർഹം എടുത്ത് അങ്ങാടിയിലേക്ക് പോയി മത്സ്യം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പാവങ്ങളിൽ പാവങ്ങളായ കുടുംബാണ്. പരീക്ഷണങ്ങളൊക്കെ സഹിച്ച് ബാപ്പാനെ നല്ലോണം അങ്ങോട്ട് നോക്കി പോറ്റി വളർത്തി ബാപ്പാനെ അന്ത്യം വരെ ശുശ്രൂഷിച്ചപ്പോ അല്ലാഹു തആല അതിന് കൊടുക്കുന്നൊരു ഖൈറാണ്. ഇനി ഇത് കേട്ടിട്ട് നാളെ പോയി പരീക്ഷണമായിട്ട് ഏതെങ്കിലും ഒന്ന് ടെസ്റ്റ് ഡോസിന് വേണ്ടി ചെയ്യണ്ട, നല്ല ഈമാനോടെ ചെയ്തോളി. പകരം തരുന്നതിന് അല്ലാഹു തആല. അല്ലാഹ് പകരം തരുന്ന പിന്നെ നമുക്ക് എന്ത് സംശയമാണ്? വമാ അൻഫഖതും മിൻ ഖൈരിൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ ചെലവഴിക്കുന്ന ഏത് ഖൈറും നല്ല മനസ്സോടെ നല്ല തൃപ്തിയോടെ ഫഹുവ യുഖ്ലിഫു, അല്ലാഹു അതിന് പകരം തരും. അല്ലാഹുവാണ് പകരം തരുന്നവൻ ഏറ്റെടുത്തത്. വഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹു അല്ലേ ഏറ്റവും നന്നായി തരുന്ന ആള്. അതുകൊണ്ട് ചെലവഴിക്കുന്നതിനൊക്കെ പകരം തരും. നല്ല മനസ്സോടെ ചെലവഴിക്കണം എന്ന് മാത്രം, നല്ല നീയത്തോടെ ചെലവഴിക്കണം. എല്ലാത്തിനും അല്ലാഹു തആല പകരം തരും.
നിങ്ങൾ നോക്കി, ഈ ഒരു ബാപ്പാനെ നോക്കിയ സഹോദരൻ 1 ദീനാറുമായിട്ട് ഇങ്ങനെ പോയി മത്സ്യം വാങ്ങി. അപ്പൊ ആ ഒരു മത്സ്യമേ ഉള്ളൂ, വലിയ മത്സ്യമാണ്. അത് കൊണ്ടുവന്ന് അതിനെ മുറിച്ചിങ്ങനെ കഷ്ണാക്കുമ്പോ അതിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു മുത്ത് കിട്ടി. അപ്പൊ ഭാര്യ പറഞ്ഞത്, ഒരു സാധാ മുത്തല്ല, കണ്ടിട്ട് നല്ല വിലപിടിപ്പുള്ള മുത്താൻ തോന്നുന്നുണ്ട്, നിങ്ങൾ പരസ്യപ്പെടുത്താതെ സ്വകാര്യമായിട്ട് ആരോടെങ്കിലും ചോദിച്ചു നോക്കുന്നു. അപ്പൊ അങ്ങാടിയിൽ പോയപ്പോ പലരും പറഞ്ഞു, അതിന് ചിലര് പറഞ്ഞു 800 ദിർഹം കിട്ടും, ചിലര് പറഞ്ഞു 8 ലക്ഷം കിട്ടും, അങ്ങനെ വില പറഞ്ഞുകൊണ്ട് എങ്ങനെയോ ഇങ്ങനെ ഒരു മുത്തിന്റെ വർത്തമാനം രാജാവിന്റെ വീട്ടിലെത്തി. ഇങ്ങനെ ചർച്ച അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ രാജാവിന് ഈ മുത്തും ഇതൊക്കെ ശേഖരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, മുത്തും അതുപോലത്തെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ. അവര് വന്നു, ഇത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഉദ്ദേശ വില തരാമെന്ന്. അങ്ങനെ രാജാവിൻ്റെ അടുത്ത് പോയി രാജാവ് പറഞ്ഞു, ഇതിനെന്താ വില വേണ്ടത്? അപ്പൊ അവര് പറഞ്ഞു, ഇതിന് സാധാ വില ഒന്നും കൊടുത്താൽ പോരാ, കാരണം ഇതേപോലത്തെ ഒന്നുകൂടി ഉണ്ട് ശരിക്കും. കാരണം ഇത് 2 ഉണ്ടാകണോ, ഇണയും തുണയാണോ, ഒന്നേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ, ഒരു മത്സ്യത്തിൽ നിന്നല്ലേ കിട്ടിയത്. അതുകൊണ്ട് ഒരു 8 ലക്ഷം ദിർഹം അങ്ങ് കൊടുക്കാന്ന് പറഞ്ഞു. ഒരൊറ്റ അടിക്കാണ്, ഒരൊറ്റ ദിർഹം കൊണ്ട് അല്ലാഹു തആല കൊടുക്കുന്ന 8 ലക്ഷം ദിർഹം. ബാക്കി മക്കളൊക്കെ 20 കൊല്ലം അധ്വാനിച്ചാലും കിട്ടുമോ സഹോദരങ്ങളെ? ഇനി 40 കൊല്ലം അവർ അധ്വാനിച്ചാൽ കിട്ടും. കൊടുക്കണമെന്ന് അല്ലാഹു തആല കൊടുക്കുന്നു തീരുമാനിച്ച് ഹൈറായ നിലക്ക് നല്ല തൃപ്തിയോടെയാണ് ഇഷ്ടം പോലെ അല്ലാഹു തആല കൊടുക്കും. 1, 2, 10 ഉദാഹരണങ്ങൾ ധാരാളമില്ലേ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഏത് ബലാ വന്നാലും അവിടെ ഹൈറാണ് ചോദിക്കേണ്ടത്. അള്ളാഹുവിൽ നിരാശപ്പെടാൻ പാടില്ല. ഒരു സുഖമാണ് അവിടെ ഉണ്ടാകേണ്ടത്, സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, റമദാൻ ഷരീഫ് വരുമ്പോ വിശപ്പും ദാഹവും ഒക്കെ വരുമ്പോ ഒരു സന്തോഷമായിട്ടത് മാറണം. കാരണം ഇബാദത്തിന്റെ പരുവത്തിലാണ് അതിനെ സ്വീകരിക്കേണ്ടത്. ഇബാദത്തിന്റെ പരുവത്തിലാണ് അതിനെ സ്വീകരിക്കേണ്ടത്. എന്തിന്? നമ്മുടെ ഖൽബിനെയും ശരീരത്തെയും നന്നാക്കാനാണ്. അതുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞത് ഇഹ്തിസാബൻ, പ്രതിഫലം കാംക്ഷിച്ച് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതൊരു പ്രയാസമായി തോന്നരുത്, ഒരു സുദീർഘകാലമായി തോന്നരുത്, ഒരു വിഷമമായി തോന്നരുത്. ഇത്രയും കാലം ഇങ്ങനെ സഹിക്കണ്ടേ, ഇത്രയും നേരം ഇങ്ങനെ പട്ടിണി കിടക്കണ്ടേ എന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വന്നുപോയാൽ പിന്നെ പറയുന്ന ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അത് നോമ്പ് കൊണ്ട് കിട്ടൂല, നിസ്കാരം കൊണ്ട് കിട്ടൂല, ഖുർആനോത്ത് കൊണ്ട് കിട്ടൂല, വേറെ ഏത് അമൽ കൊണ്ടും കിട്ടൂല. നിയ്യത്ത് നന്നാക്കണം. വിശുദ്ധ റമളാനിൽ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും നല്ല ഉദ്ദേശശുദ്ധി, നല്ല ഇഖ്ലാസ് അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. കഴിവിന്റെ പരമാവധി